നല്ല പ്രഭാതം. ദൈവജന സന്ദേശങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. വിശ്വാസത്താൽ നടന്ന വിശ്വാസ വീരന്മാരുടെ അനുഭവ കഥകളാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്നപ്പോൾ വിശ്വാസത്താൽ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. എബ്രായർ 11:30 വാക്യം, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ വീണു. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നു. 7 എന്ന് പറയുന്നത് ദൈവിക പൂർണ്ണതയാണ്. ദൈവം ചില കാര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രതികൂലങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, പ്രതിസന്ധികൾക്ക് അവിടെ സ്ഥാനമില്ല. നിങ്ങളുടെ ലൈഫിനകത്ത് ദൈവം ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പോവുക. തല ഉയർത്തിപ്പിടിച്ച് വലിയ ശക്തിയേറിയ പ്രതികൂലമാണെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു എരിഹോ കോട്ടയാണ്. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കി. ആ കോട്ടയുടെ മുകളിലാണ് റഹാബ് വീട് പണിത് താമസിക്കുന്നത്. അത്രമാത്രം ശക്തിയുള്ളതാണ്. മാനുഷികമായിട്ട് നോക്കിയാൽ തകരാൻ ഒരു സാധ്യതയുമില്ല. പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തം തൻ്റെ മക്കൾ കൊണ്ട് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ. അതെ, ദൈവാത്മാവിനാൽ മാത്രമേ നമ്മുടെ ലൈഫിനകത്ത് ചില ഡെലിവറൻസ് നടക്കത്തുള്ളൂ, ചില ദൈവപ്രവൃത്തികൾ നടക്കത്തുള്ളൂ. ഇവിടെ അങ്ങനൊരു ദൈവപ്രവൃത്തിയാണ് നടന്നത്. ചില പ്രതികൂലങ്ങളുടെ നടുവിൽ എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ച് നിൽക്കുന്ന സന്ദർഭങ്ങൾ വരും. എന്ത് ചെയ്യണമെന്നറിയത്തില്ല, എങ്ങനെ പോകണമെന്നറിയത്തില്ല. പക്ഷേ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ അതനുസരിച്ചാൽ, അത് ഏറ്റെടുത്താൽ അത് ഏറ്റവും അനുഗ്രഹമായി തീരും. നോക്കിയേ, ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം പറയാം, ആദ്യത്തെ ദിവസം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. 7 ദിവസം അങ്ങനെ ചുറ്റണം. 7-ാമത്തെ ദിവസം 7 പ്രാവശ്യം ഉണ്ടോ? ഒരു ദൈവിക പൂർണ്ണത ഇവിടെ സംഭവിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ നിൻ്റെ ലൈഫിനെ ഫോളോ ചെയ്യുന്ന, നിന്നെ ആത്മീകമായിട്ട് മുന്നേറാൻ അനുവദിക്കാതെ കോട്ട പോലെ ഉയർന്നു നിൽക്കാൻ ഇതുപോലുള്ള വിഷയത്തിനകത്തളങ്ങളിൽ, ഇതുപോലുള്ള പ്രതിസന്ധികൾക്കകത്തളങ്ങളിൽ ദൈവത്തിൻ്റെ കരത്തിൻ്റെ വലപത്രം ചലിക്കപ്പെടും. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം ചലിക്കപ്പെടും. ദൈവത്തിൻ്റെ സാന്നിധ്യം ചലിക്കപ്പെടും. ഒരു സംശയമില്ല, ഒരു സംശയമില്ല. വിശ്വസിച്ചാട്ടത് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ആർപ്പിട്ട് കഴിഞ്ഞപ്പോൾ ആ പട്ടണത്തിന് മതിൽ വീണു കേട്ടോ. ഹല്ലേലൂയ. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇന്ന് വരെ അതിൻ്റെ അല്പം പോലും കിട്ടിയിട്ടില്ല. കാരണം ദൈവം കൊടുത്ത വിടുതൽ അങ്ങനത്തെ വിടുതലായിരുന്നു. ദൈവം അയച്ച മറുപടി അങ്ങനത്തെ മറുപടിയായിരുന്നു. രാവിലെ ദൈവാത്മീയ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ ആത്മനിയോഗത്തോടെ ഞാൻ നിങ്ങളെ നോക്കി പറയാം, ദൈവം നിനക്കൊരു വിടുതൽ നൽകിയാൽ അത് പൂർണ്ണമായിരിക്കും. നിൻ്റെ പ്രതികൂലത്തിനകത്ത്, നിൻ്റെ പ്രതിസന്ധിക്കകത്ത് സ്വർഗത്തിലെ കര നീട്ടപ്പെട്ടാൽ അത് പൂർണ്ണമായിരിക്കും. ജീസസ്, ഹല്ലേലൂയ. അതിനകത്ത് നന്മകൾ അവരനുഭവിക്കരുത്, അതിനകത്തെ അനുഗ്രഹം അവർ കൈവശപ്പെടുത്തരുതെന്ന് പറഞ്ഞാൽ അവരുടെ നിമിത്തം അതിനെ കെട്ടി ഉറപ്പാക്കിയത്. ചിലത് നിനക്ക് കൈവശമാക്കാൻ കഴിയുന്നില്ലല്ലേ? ചിലത് നിനക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലല്ലേ? നാളുകളായിട്ട് ചില വിഷയത്തിനകത്ത് നീ കെടുതി അനുഭവിക്കുക അല്ലേ? ദൈവാത്മാവി ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയുക, ഇല്ല, ദൈവം ഒരു പൂർണ്ണത വരുത്താൻ പോവുക. ദൈവം ആ വിഷയത്തിനകത്തൊരു പൂർണ്ണത വരുത്താൻ പോവുക. ആ ദൈവവരങ്ങളിൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ ജെറിഹോവിനോട് ചെയ്തതുപോലെ 2 കാര്യം. ഒന്ന്, അവിടെ ഹല്ലേലൂയ അവർ നടന്നു അല്ലേ? ഹല്ലേലൂയ. 30-ാമത്തെ വാക്യത്തിൽ അവർ വിശ്വാസത്താൽ 7 ദിവസം ചുറ്റി നടന്നു. 2, അത് വീഴുവെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അവർക്കറിയാം, ചെങ്കടലിനെ വറ്റിച്ച ദൈവം, യോർദാനെ വറ്റിച്ച ദൈവം, മരുഭൂമി ഞങ്ങളെ നടത്തിയ ദൈവം ഈ പ്രതികൂലത്തെ വീഴ്ത്തും, ഈ പ്രതിസന്ധിയെ വീഴ്ത്തും, ഞങ്ങൾ പുറത്തു വരും. അങ്ങനെ വിശ്വസിക്കണം.
അങ്ങനെ കർത്താവിൽ ആശ്രയിക്കാം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച വചന സന്ദേശത്തിന് മുമ്പിൽ ആത്മാവിൽ ഞങ്ങൾ ഈ ദൂതിനെ ഏറ്റെടുക്കുന്നു. വളരെ ഗൗരവമേറിയ ദൈവശബ്ദം അങ്ങ് ഞങ്ങൾക്ക് ആഴമായിട്ട് നൽകി തന്നല്ലോ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവകൃപയെ പാർന്നാട്ട് അനുഗ്രഹത്തെ കൽപ്പിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.